നമസ്കാരം, വണക്കം, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജിറ്റോ. കുറെ നാളെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് എങ്ങനെ തുടങ്ങണം എന്ന് അറിയില്ല. സോ ഐ ജസ്റ്റ് wanted ടു സ്റ്റാർട്ട്. ഇനിയും തുടങ്ങിയില്ലെങ്കിൽ അതിനുള്ള സാവകാശവും സമയമൊന്നും കിട്ടത്തില്ല. കാരണം ഞാൻ കൊറോണ ടൈം തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണം. പക്ഷെ അന്നേരമൊക്കെ എല്ലാവരും യൂട്യൂബ് ചാനലല്ലേ, നമ്മൾ കയറുമ്പോൾ ഒരു ഗുമ്മോട് കയറണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നീണ്ട് ഇപ്പം 2024 അറ്റ്ലീസ്റ്റ് 2025 മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ചാനൽ തുടങ്ങുന്നത്. സോ ബേസിക്കലി ഒരു 8 to 5 ജോബ് ചെയ്യുന്ന ഒരു സാധാരണ മലയാളി, കുറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ദുബായ് വന്ന് ഇപ്പം സാധാരണ ഒരു ജീവിതം നയിക്കുന്നു. എപ്പോഴും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആം, ആ ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇനി ഞാൻ എന്നെ പറ്റി പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മൂവി റിവ്യൂ ആണ്. ആനന്ദ് ശ്രീബാല. സോ ലാസ്റ്റ് വീക്ക് ആണ് ഈ ഒരു മൂവി വോക്സ് ഗ്രാൻഡ് ഹയത്ത് തിയേറ്ററിൽ പോയി ദുബായിൽ പോയി കണ്ടത്. ശരിക്കും പറഞ്ഞാൽ കങ്കുവ എന്നുള്ള മൂവി ഇറങ്ങിയോണ്ട് ഒരുപാട് ഒരുപാട് മൂവീസ് ഇങ്ങനെ ലൈക്ക് ഒരു ദിവസം ഒരു ഷോ എന്നുള്ള രീതിയിലേക്ക് കുറഞ്ഞു. സോ ബേസിക്കലി ഈ ഒരു പടം തിയേറ്ററിലെ ഷോ കുറവായതുകൊണ്ട് ഐ ഫെൽ ലൈക്ക് കൊള്ളത്തില്ലായിരിക്കും അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പക്ഷെ നല്ലൊരു മൂവിയായിരുന്നു. ഒരു ത്രില്ലർ, ഒരു എക്സ്പീരിയൻസ് ഉള്ള മൂവി. വിഷ്ണു വിനയനാണ് എൻ്റെ ഡയറക്ഷൻ, വിനയന്റെ മോൻ. പിന്നെ എടുത്തു പറയേണ്ടത് അർജുൻ അശോകന്റെ ആക്ടിങ്. ഒരു ഡിഫറെന്റ് രീതിയിലൊരു ആക്ടിങ് ആയിരുന്നു. പുള്ളിയുടെ ഒരു മദറായിട്ടുള്ള എഫെക്ഷനും മദറിന്റെ റോൾ ചെയ്തിരിക്കുന്ന സംഗീത എന്ന് പറഞ്ഞ ചിന്താവിഷ്ട ശ്യാമള എന്നുള്ള മൂവിയില് അതിനകത്ത് അഭിനയിച്ച ആ ഒരു ലിരിയായിരുന്നു. നല്ലൊരു ഒരു ഒരു നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. അതിന്റെ ഒരു ത്രില്ലർ നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ത്രില്ലേഴ്സ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഞ്ചാം പതിര് ഹലോ, ഒരു ബന്ധവും ഇല്ലാത്ത ആള് വില്ലനാകുന്നു. പക്ഷെ ഈ ഒരു മൂവിയിൽ എനിക്ക് ഒരു ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് സ്പോയിലർ ആണെങ്കിൽ ക്ഷമിക്കണം, മൂവിയിലുള്ള ഒരാള് തന്നെ ആയിരിക്കും വില്ലൻ. മൂവിയിലുള്ള ഒരാള് തന്നെ ആയിരിക്കും വില്ലൻ. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 2.5 hours അല്ലെങ്കിൽ 3 hours ഒരു നല്ല ത്രില്ലർ എക്സ്പീരിയൻസ് ഉള്ള മൂവിയായിരുന്നു. നമുക്ക് ഒരിടത്തും ബോർ അടിക്കാതെ ഒരു സ്മൂത്ത് പേസിൽ, കുറച്ച് സ്ലോ ആണ്, യെസ് ഐ എഗ്രി, ലൈക്ക് മൂവി കുറച്ച് സ്ലോ ആണ്, ബട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്, ലൈക്ക് ടു സീ ആ ഒരു ജേർണി ഓഫ് ഒരു അർജുൻ അശോകന്റെ ഒരു ജേർണി. ഹീസ് ട്രൈങ് ടു ബി എ പോലീസ് ഓഫീസർ. പിന്നെ പുള്ളിക്ക് ചെറുപ്പത്തില്, കൂടുതൽ പറയുന്നില്ല, ബട്ട് ഹിസ് ചൈൽഡ്ഹുഡ് ട്രോമ, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ആയിട്ടൊക്കെ. സോ മൂവി സ്റ്റാർട്ട് ടു എൻഡ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ക് റിയലി നൈസ്. അതിനകത്ത് കുറെ ആക്ടേഴ്സ് കയറി വരുന്നുണ്ട്. ധ്യാന് ഈ പടത്തിലുള്ള പേരൊന്നും ലാലു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഏതാ? കുഞ്ചരാമായണത്തിലെ ലാലു. പക്ഷെ നല്ല രീതിക്ക് തന്നെ അത് ചെയ്തു. അജു വർഗീസിനാണെങ്കിലും ഒരു പോലീസ് ഓഫീസറിന്റെ ഒരു റോള് കിട്ടി. സ്റ്റാർട്ട് ടു എൻഡ് അർജുൻ അശോകന്റെ ക്യാരക്ടർ ആണെങ്കിലും നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് സംഗീത എന്ന് പറഞ്ഞ ആക്ട്രസ് വരുന്നത് അർജുൻ അശോകന്റെ അമ്മയായിട്ടാണ്. പുള്ളിക്കാരിയും അർജുൻ അശോകനായിട്ടുള്ള കെമിസ്ട്രിയും മദർലി എഫെക്ഷൻ ഉള്ള ആ ഒരു ഇതെല്ലാം ഇറ്റ് കെയിം ഔട്ട് വെരി നൈസ്. ഇതിനകത്ത് ക്രിഞ്ചായിട്ട് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുള്ള കേസ് എന്ന് വെച്ചാൽ, അമ്മയും മോനുമായിട്ടുള്ള കുറെ മൂവ്മെന്റ്സ് പിന്നെയും അത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് യൂസ് ചെയ്തെന്നുള്ള ആ ഒരു ഫീലിംഗ് വന്നു. അതല്ല, ഓവറോൾ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. ഇതിന്റെ വില്ലനെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ, ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ഉള്ള വില്ലന. നമ്മള് ചില പടങ്ങളിലൊക്കെ കണ്ടറിയാം, വില്ലൻ ലാസ്റ്റിൽ ഒരു വില്ലൻ ആയിരിക്കും, പക്ഷെ ആ ഒരു മൂവിയുടെ സ്റ്റാർട്ട് നമ്മള് ഓക്കെ, ദർ ഇസ് നത്തിങ് ടു എക്സ്പെക്ട്. സോ ദാറ്റ് ഈസ് എ റിയലി ഗുഡ് ടേക്ക് ഓൺ ദ മൂവി. സോ
I would highly recommend you guys to watch it before it goes out of the theaters. Thank you for watching my video. So this is my first video actually. So കുറെ തെറ്റുകുറ്റങ്ങളും or ഒരു ഫ്ലോ ഇല്ലായ്മയൊക്കെ കാണും because this is the first time. So I'll try to make it better the next time. I would need your support and all this. I would especially thank the person who's taking the Kannan എന്റെ ഉറ്റ ചങ്ങാതി എന്റെ കൂട്ടുകാരൻ. So thank you so much. So do keep supporting me. So please like the video if you really liked it, and continue to support me by sharing this video. And that would actually motivate me as a content creator so that I'll be able to create more videos